പ്രഭാസും കൊരട്ടാല ശിവയും ഒന്നിക്കുന്ന ഒരു സിനിമ വരുമെന്ന് റിപ്പോർട്ടുകൾ. പ്രഭാസിനോട് കൊരട്ടാല ശിവ ഒരു സിനിമയുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെന്നും അത് പ്രഭാസിന് ഇഷ്ടമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഒരു പക്ഷേ ഓക്കെ ആയി കഴിഞ്ഞാൽ ദേവര 2 എന്ന സിനിമയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാം. സൂര്യനായകനാവുന്ന സൂര്യയുടെ 45ാമത്തെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്യുക ആക്ടറായ RJ ബാലാജി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ വിജയോട് RJ ബാലാജി കുറച്ചു മുമ്പ് ഒരു കഥയെല്ലാം പറഞ്ഞിരുന്നു. ആ കഥയായിരിക്കും സൂര്യയെ വെച്ച് ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രജനിയെ നായകനാക്കി ഇപ്പോഴത്തെ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. ഈ സിനിമ ഇപ്പോഴത്തെ കൺഫേം ആക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു പക്ഷേ നിർമ്മിക്കുക വേൽ ഫിലിംസും കൂടിയായിരിക്കും. സിംബു നായകനാകേണ്ടിയിരുന്ന ഈ സിനിമയാണ് ഇപ്പോൾ രജനികാന്തിന് പോയേക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഒരു മികച്ചൊരു സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കാം. കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫ് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമയുടെ റൈറ്റ്സ് എല്ലാം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് 149 കോടിക്ക് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ റിലീസ് ഒരു പക്ഷേ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിൽ പൊങ്കൽ റിലീസായിട്ടും പ്രതീക്ഷിക്കുക. വേട്ടയൻ സിനിമയുടെ ഒരു ട്രെയിലർ ഇപ്പോൾ വരുന്നു. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ ഒക്ടോബർ 2 വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചിത്രം ഒക്ടോബർ 10 റിലീസെല്ലാം ഇപ്പോൾ ഉറപ്പിച്ചിട്ടുള്ളത്. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ സ്പിരിറ്റ് എന്ന ചിത്രം. ഈ സിനിമ ഒരു സെക്കൻഡ് പാർട്ടും കൂടിയുള്ള ഒരു സിനിമയും കൂടിയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ ബഡ്ജറ്റ് 500 കോടിക്ക് മുകളിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കുന്നതും കൂടിയായിരിക്കും. ബോളിവുഡിൽ നിന്നും വമ്പൻ ക്ലാഷ് റിലീസുകൾ വരുന്നു. ഷാറൂഖ് ഖാന്റെ കിങ് എന്ന സിനിമയും രൺബീർ കപൂറിന്റെ ലവ് ആൻഡ് വാർ എന്ന സിനിമയുമായിരിക്കും ക്ലാഷ് റിലീസായി വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രണ്ട് സിനിമയും 2026 ഈദ് റിലീസായിട്ട് വരിക. ശിവകാർത്തികൻ AR മുരുകദാസ് ചിത്രമായ SK23 സിനിമയുടെ ഷൂട്ട് പ്ലെയർ കുറെ കംപ്ലീറ്റ് ആവാനായിരിക്കുകയാണ്. ഇനി സിനിമയുടെ ആകെ ഷൂട്ട് വരിക 30 ദിവസത്തോളം കൂടിയായിരിക്കും. സൽമാൻ ഖാനെ നായകനാക്കി AR മുരുകദാസ് സംവിധാനം ചെയ്യുന്ന സിക്കന്ദർ സിനിമയ്ക്ക് ശേഷമായിരിക്കും ഇനി ഈ സിനിമയുടെ ഷൂട്ടെല്ലാം ആരംഭിക്കുക. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ അടുത്തൊരു സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സിനിമ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണെന്നാണ് നേരത്തെ വന്ന റൂമറുകൾ. ഇപ്പോൾ ഈ സിനിമയിൽ നായകനായി പ്രണവ് മോഹൻലാൽ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ഉടനെ ഇനി പ്രതീക്ഷിക്കാം. മമ്മൂട്ടി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ. സിനിമയുടെ റിലീസ് ഇപ്പോൾ ടീം പ്ലാൻ ചെയ്യുന്നത് നവംബർ 2nd വീക്കിലായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് വർക്കെല്ലാം ഏറെക്കുറെ ഇപ്പോൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കങ്കുവ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ വരുന്നു. സിനിമയുടെ പ്രസന്റ് ഭാഗത്തുള്ള ഒരു ട്രെയിലർ ആയിരിക്കും ഉടൻ തന്നെ പുറത്തു വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ ഒരു സെക്കൻഡ് സിംഗിളും ഉടൻ തന്നെ ഈ മാസം പ്രതീക്ഷിക്കാം. പ്രഭാസ് നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ഫൗജി എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നു. ഒക്ടോബർ അവസാനം കാരൈക്കുടിയിലായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടെല്ലാം ഇനി ആരംഭിക്കുക. സിനിമ സംവിധാനം ചെയ്യുന്നത് സീതാരാമം സിനിമയുടെ ഡയറക്ടറും കൂടിയാണ്. അജിത്ത് ചിത്രമായ ഗുഡ് ബാഡ് അഗളി എന്ന സിനിമയിൽ ഇപ്പോഴത്തെ വില്ലൻ വേഷത്തിൽ തമിഴിൽ നിന്നും അർജുൻ ദാസ് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. സിനിമയുടെ അടുത്ത ഷെഡ്യൂളായ സ്പെയിനിലായിരിക്കും ഇനി അർജുൻ ദാസ് ജോയിൻ ചെയ്തേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ എന്തായാലും പൊങ്കൽ റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്.